Welcome to Vietnam. So finally, after 7 hours, 9 hours എടുത്തില്ലേ, 9 hours എടുത്ത് ഞങ്ങൾക്കിപ്പം ഫൈനലി ഞങ്ങൾ വിയറ്റ്നാമിൽ എത്തിയിരിക്കുകയാണ്. ഫ്രം ഹിയർ ഒരാളുടെ വെയിറ്റാണ്, ഒരാൾ ലണ്ടനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, നമ്മുടെ ഫ്രണ്ട് ബോണി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവൻ ഇനി 2 മണിക്കൂറിനുള്ളിൽ എത്തും. അപ്പോൾ ഏകദേശം 5:30 ഇവിടുത്തെ വിയറ്റ്നാം ടൈം. 7:30 ആകുമ്പോഴത്തേക്ക് ബോണിക്കുട്ടനെത്തും. ദെൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഹോട്ടലിൽ പോകാനുള്ള പ്ലാൻ. സോ ദാറ്റ്സ് ദ പ്ലാൻ ഫോർ ടുഡേ. ഭയങ്കര തിരക്കാണ്. പാസ്പോർട്ട് കൺട്രോൾ ഞങ്ങൾ ഭയങ്കര പോസ്റ്റാണ്. പാസ്പോർട്ട് കൺട്രോൾ ഇപ്പം നോക്കുമ്പോൾ ബോണി ഇപ്പം ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് പോകുന്നതാണ്. അവൻ ഫാസ്റ്റ് ട്രാക്ക് എടുത്തിട്ടുണ്ട്. ഇത്രയും വലിയ ക്യൂ താണ്ടിട്ട് വേണം ഇനി പോകാൻ വേണ്ടി. അങ്ങ് കിടക്കും കടൽ പോലെ. തിരുമോൻ എമിഗ്രേഷനിൽ നിൽക്കുന്നു. അവനെ കയറ്റുന്നില്ലെന്നാണ് പറയുന്നത്. നീ ഇവിടെ വരേണ്ട ആളല്ലടാന്ന് പറയുന്നത്. വെൽക്കം ടു വിയറ്റ്നാം. അങ്ങനെ ഇമിഗ്രേഷൻ കഴിഞ്ഞാച്ച് ഇനിയിപ്പം നല്ല പെട്ടി കളക്ട് ചെയ്യാൻ പോവാം. വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റി എയർപോർട്ട്. അങ്ങനെ ബോണി വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ബോണിയായിട്ട് ഇമിഗ്രേഷനിലേക്ക് നീ എത്തുമ്പോൾ വിളിക്കുക കേട്ടോ. കണ്ടു ബോണി. വാ 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 മൈ ഡിയർ ബോണി. ഞാൻ അടുത്ത ആളെത്തി. ടോണിമോനെത്തി. യൂറോപ്യൻ ട്രിപ്പ് കഴിഞ്ഞിട്ട് ടോണിക്കുട്ടൻ എത്തിയിരിക്കുകയാണ്. മകനെ വെൽക്കം ടു നമസ്കാരം. My baby dances with the devil. I wanna know what's on his mind. Shaky hands, so sentimental. I sugarcoat between my lies. Inside a small cloud, asking why. I'm afraid we're out of time. നമ്മള് വിയറ്റ്നാമിൽ വന്നേക്ക് ഇത്രയും ഒരു 4-5 ദിവസത്തേക്കുള്ള പരിപാടിയില്ല. ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം ഓരോരുത്തരെ പ്ലാൻ ചെയ്യും. ഇവന്റ് അതായത് ഇന്ന് ഞാൻ പ്ലാൻ ചെയ്യാം. കംപ്ലീറ്റ് ഇന്നത്തെ പരിപാടി മൊത്തം എന്റെ വരണം. നാളെ നിന്റെ അത് നമുക്ക് പ്ലാൻ ചെയ്യാം. അങ്ങനെ ചെലവല്ല പ്ലാനിങ് എന്റെ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. സിറ്റി സൈറ്റ് സീ വണ്ടി ബസ്സേലുള്ളത്. അല്ല നിനക്ക് വേണമെങ്കിൽ വേറെ ചൂസ് ചെയ്യാം. ഓരോരുത്തർക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ബേസിക്കലി ജിന്ദഗി നബിലേക്ക് ദുബാരൊക്കെ നമ്മൾ ചെയ്തിട്ടില്ല. അവന്മാർ ഓരോ ആക്ടിവിറ്റി രണ്ട് റൂളുള്ളൂ. സേഫ്റ്റി വേണം, എക്സ്ട്രീം അഡ്വഞ്ചർ പാടില്ല. നാളത്തേക്ക് നീ പ്ലാൻ ചെയ്തിട്ടില്ല? ചെയ്ത് കാണിച്ച പോലെ ഇത് കംപ്ലീറ്റ്ലി ആണല്ലോ റോ ഫീലിംഗ്, അൺഫിൽറ്റേർഡ് ആയിട്ടില്ല. ബിക്കോസ് അത് അവർ ദിവസം പറയണല്ലോ. ജസ്റ്റ് ബേസിക് ഐഡിയ കൊടുത്താൽ സിറ്റി ടൂർ. ഞാൻ ബസ്സിലുള്ള ടൂറാ. സിറ്റി ടൂർ വാട്ടർ ബസ്സാണ്.
ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പരിപാടി ഫുഡ് ടൂർ ഓരോരുത്തർ ഓരോ ദിവസം ബിക്കോസ് 4 ദിവസത്തെ പരിപാടി 4 ദിവസമുള്ളൂ. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം വൈൻഡ് ഡൗൺ, അത് കഴിഞ്ഞിട്ട് പിന്നെ പോവല്ലേ. ആണെങ്കിൽ നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. തലേന്ന് പറഞ്ഞാൽ മോട്ടോർ ബൈക്ക് ടൂറും കൂടെ പിടിച്ചാലോ? പിടിക്കാം. One of the activities, city tour, Ho Chi Minh. Ho Chi Minhലെ സിറ്റി ടൂർ ഞങ്ങളുടെ ടൂർ ഗൈഡ് ഉണ്ട്. Nice to meet you. Thank you. Shoppies, like, why is it like so popular here? Oh, it's popular because it's actually one of the city highlights. വണ്ടി ഇടിച്ചാല് വീഡിയോ ലൈവാണ്. That you are married. You mean you said like there was tears coming out The of? tears are coming out from her face. Oh really? Yes. In How here? long ago was that? Long is like more than 10 years ago. This is a famous post office in Vietnam, in Ho Chi Minh City. It was built by French, which is still operating till date. Oh, hey, so I don't get kidnapped by any Vietnamese. ഫോട്ടോ ആയിട്ട് വരയ്ക്കും. ഇവിടെ നമുക്ക് ഇത് വീഡിയോ ആയിട്ട്. So I want my wife photo. One person 200. No, 300. 300, One photo. like this one. Yep. Yeah. Okay. The size like this. And Big. the big size 600. Ooh. Because Okay. take a long time. So a long time. Yep. How many minutes? 15 minutes. 15 minutes. I do this, but I think I do this 25 minutes. I cut like that. Yeah. A photo. Yeah. Yep. Okay. Okay. വിയറ്റ്നാമിലെ മഴ കണ്ടോണേ. ഞങ്ങളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു മ്യൂസിയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓ നല്ല മഴ, സൂപ്പർ മഴ. മ്യൂസിയത്തിൽ കയറാനുള്ള പരിപാടി. എല്ലാം മനസ്സിലായോ? എല്ലാം മനസ്സിലായി. തായ്ലാൻഡ്, കംബൂച്ച. എവിടെ നിന്ന് കംബൂച്ച? കമ്പൂച്ച ഉണ്ടായതല്ലേ? എന്തിനാണ് അത്? എന്തുവാ ടോണി തന്നെ? ഓരോ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം എമർജൻസിക്കും പിന്നെ ഓഫീസ് നടക്കുന്ന ഓഫീസ് യൂസ്. ഇത് പിങ്ക് ഫോണ് വൈഫിന് വേണ്ടിയിട്ട്, ഫാമിലിക്ക് വേണ്ടിയിട്ട്. പിങ്ക് ഫോൺ എപ്പോഴും പ്യൂർ ആയിട്ട് ഫ്രഷ് ആയിട്ടിരിക്കുന്നത്. നമ്മൾ വിളിക്കാറില്ലേ? ഓഫീസിന്റെ സാധനം പൊട്ടിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആരായിരുന്നു? ആരുടെ ഇത്? പ്രസിഡന്റ്. ഓക്കെ ഓക്കെ. But we go down there in another way. ആകാംക്ഷ കൂടുതലാണല്ലേ? ബോണിയുടെ ഓട്ടം കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഇതെല്ലാം മേടിച്ചോണ്ട് പോകുന്നത്. വൈസ് പ്രസിഡന്റ് റൂമാണ്. And after that is where the president toilet. Then on top of here is president bedroom. So which means if he's pooping on the vice president. ഈ ലൈറ്റ് ഉണ്ടല്ലേ, ഈ ലൈറ്റിന്റെ നേരെ മണ്ടയ്ക്ക അയാളുടെ ടോയ്ലറ്റ്. The president bedroom. And over here you can see the president collections. ഓക്കെ. Actually, this is his wife വൈഫ് collection. കളക്ഷൻസ് ടോയ്ലറ്റ്.
ഈ എന്തൊരു കഥ. കൊള്ളാം അണ്ണാ, കൊള്ളാം. എന്തുടാ ആണോ? Guest room for Asians, yes. മോഴ്സ് കോഡൊക്കെ സെൻഡ് ചെയ്യുന്ന സ്ഥലമല്ലേ. പഴയ റേഡിയോ സിസ്റ്റംസ് ഒക്കെ ഫുൾ സെറ്റപ്പാണ്. War with his wife. പെണ്ണുമ്പിള്ളായിട്ട് അടി ഉണ്ടായി കഴിഞ്ഞാൽ പ്രസിഡന്റ് ഇവിടെ വന്നാലും